നമസ്കാരം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഫലം പുറത്തു വന്നിട്ടില്ല. പക്ഷേ രാഷ്ട്രീയ സാഹചര്യം വിജയിക്കാനുള്ള സാധ്യത UDFിനാണ്. ഈ കാര്യം കേരളത്തിലെ ഏതൊരു കൊച്ചു കുട്ടിക്കും അറിയാം. 101 സീറ്റുകളൊക്കെ പിടിക്കുമെന്നാണ് പലരും അവകാശപ്പെടുന്നതെങ്കിൽ പോലും അത്രയും സീറ്റുകൾ നേടിയില്ലെങ്കിലും സാമാന്യം ഭൂരിപക്ഷമുള്ള സീറ്റുകൾ നേടി അധികാരത്തിൽ വരാൻ UDFിന് കഴിയും എന്ന് തന്നെയാണ് വിശ്വാസം. എന്തായാലും CPM ഇടതുപക്ഷം ഇത്തവണ അധികാരത്തിൽ വരാൻ യാതൊരു സാധ്യതയുമില്ല. പക്ഷേ ഇപ്പോഴും കോൺഗ്രസിൽ മുഖ്യമന്ത്രി പദവിക്ക് വേണ്ടി തമ്മിലടി തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കാണുന്നത്. VD സതീശൻ, പ്രതിപക്ഷ നേതാവായ VD സതീശൻ, അദ്ദേഹം തൻ്റെ കഴിവുകേട് കഴിഞ്ഞ 4-5 വർഷങ്ങൾ കൊണ്ട് തെളിയിച്ചതാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തിരിക്കാൻ പോലും യോഗ്യനല്ല എന്ന് അദ്ദേഹം തെളിയിച്ചതാണ്. അദ്ദേഹമൊക്കെ ഷിയാസ്, എറണാകുളം DCC പ്രസിഡന്റ് ഷിയാസ് ഒക്കെ എറണാകുളത്തു നിന്ന് ഒരു മുഖ്യമന്ത്രി വേണമെന്ന് സതീശനെ പരോക്ഷമായി പറഞ്ഞു വെച്ചതാണ്. പക്ഷേ അതിനുശേഷം VD സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ചില ഗ്രൂപ്പുകളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ സജീവമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതേക്കുറിച്ച്, ഈ തമ്മിലടി ഇങ്ങനെ പോയാൽ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധിയെക്കുറിച്ച് സഖാവ് G ശക്തിധരൻ തൻ്റെ സമൂഹ മാധ്യമത്തിൽ തുറന്നെഴുതിയിട്ടുണ്ട്. അതിൽ രാഹുൽജിക്ക് പദവിയൊന്നും കൊടുക്കണ്ടേ എന്ന തലക്കെട്ടിലാണ് അദ്ദേഹം തൻ്റെ കുറിപ്പ് എഴുതിയിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അറിയാം 100% വാസ്തവമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: കോൺഗ്രസ് ഏകശിലാരൂപത്തിൽ പ്രവർത്തിക്കുമെന്ന സ്വപ്നേവി ചിന്തിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനല്ല ഞാൻ. ഗാന്ധിജിയുടെ കാലം മുതലേ അതാണ് അവസ്ഥ. എൻ്റെ ദില്ലി ജീവിതത്തിൽ കോൺഗ്രസ് ശക്തിപ്പെടുന്നതിലേറെ ദുർബലപ്പെടുന്നതിൻ്റെ കാഴ്ചയ്ക്കാണ് ഞാൻ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. വിരോധാഭാസം എന്ന് പറയട്ടെ, എൻ്റെ പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്ന സഖാവ് ഹർകിഷൻ സിംഗ് സുർജിത്ത് ആരോഗ്യം കൊണ്ട് പരിക്ഷീണിതനായിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ശ്വാസോച്ഛ്വാസം പോലും കോൺഗ്രസിന് വേണ്ടിയായിരുന്നു എന്ന് ഞാൻ സംശയിച്ചിട്ടുണ്ട്. ഞാൻ ചുരുക്കാം. ഒരിക്കൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, സഖാവ് സീതാറാം യെച്ചൂരിയെ എന്തുകൊണ്ട് സോണിയാഗാന്ധിക്ക് സമ്മാനിച്ച് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തിക്കൂടാ എന്ന്. ജ്യോതി ബസുവിനെ കൊണ്ട് നെഹ്റു സ്മാരക പ്രഭാഷണം നടത്താൻ കോൺഗ്രസ് തീരുമാനിച്ചപ്പോഴായിരുന്നു അതൊരു ചരിത്രം തന്നെയായിരുന്നു. സഖാവ് പ്രകാശ് കാരാട്ടായിരുന്നു അതിൻ്റെ ശില്പി. സഖാവ് സുർജിത്ത് വിദേശത്ത് പോകുമ്പോഴെല്ലാം എവിടെയാണോ താമസിക്കുന്നത് ആ സ്ഥലത്തെ വിലാസവും വിവരങ്ങളും എന്നെ ചെറിയ ഒരു കടലാസിൽ എഴുതി ഏൽപ്പിക്കാറുണ്ടായിരുന്നു. ഇന്ത്യയിൽ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ തത്സമയം അതറിയാൻ സുർജിത്ത് ആഗ്രഹിച്ചിരുന്നു. അതിലേറെയും കോൺഗ്രസ് നേരിടുന്ന തിരിച്ചടികളെക്കുറിച്ചായിരുന്നു. 2 ഡസനിലേറെ സമുന്നത കോൺഗ്രസ് നേതാക്കളെങ്കിലും സഖാവ് സുർജിത്തിൻ്റെ ആത്മമിത്രങ്ങളായിരുന്നു. അദ്ദേഹം വിചാരിച്ചാൽ നടക്കാത്ത ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു കൗതുകത്തിനു വേണ്ടി പറയട്ടെ, EP ജയരാജന് തീവണ്ടി യാത്രയിൽ വെടിയേറ്റ സംഭവത്തിൽ MV രാഘവൻ ദില്ലി ക്യാപിറ്റൽ ഹോട്ടലിൽ താമസിപ്പിച്ചിരുന്ന ഗുണ്ടകളുടെ വിവരം ഞാൻ സുർജിത്തിന് കൈമാറി 20 മിനിറ്റിനുള്ളിൽ പോലീസിനെ അയച്ച് ഹോട്ടൽ റെയ്ഡ് ചെയ്ത് അവരെയെല്ലാം കസ്റ്റഡിയിൽ എടുപ്പിക്കാൻ കഴിഞ്ഞത് സുർജിത്ത് ഇടപെട്ടതുകൊണ്ടായിരുന്നു. കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിക്ക് അതിൽ ഇടപെടാൻ രണ്ടാമത് ഒന്നാലോചിക്കേണ്ടി വന്നില്ല. അന്നായിരുന്നു EK ഇംപിച്ചി ബാവ ദില്ലിയിൽ വെച്ച് മരിച്ചതും. കോൺഗ്രസ് ദുർബലപ്പെട്ടതിൻ്റെ കാരണത്തെക്കുറിച്ചാണ് എഴുതി തുടങ്ങിയത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഒരു ചെറിയ കാര്യം കേരളത്തിൽ കരുതിക്കൂട്ടി ഇപ്പോൾ നടക്കുന്ന പ്രചാരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചോദിച്ചോട്ടെ. ഏൽപ്പിച്ച ജോലി താൻ ഭംഗിയായി ചെയ്തു എന്ന് പരമോന്നത പദവിയിലിരിക്കുന്ന നേതാവ് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പിന്നിൽ ദുഷ്ടലാക്കുണ്ടോ? അങ്ങനെ അധികാരം പങ്കുവയ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഖ്യാതി ആദ്യം നൽകേണ്ടത് രാഹുൽജിക്കല്ലേ? അല്ലാതെ എല്ലാം എൻ്റെ വിജയമാണ്, എൻ്റെ മാത്രം വിജയമാണെന്ന് ആരെങ്കിലും പ്രവർത്തകരെ സ്വാധീനിക്കാൻ പൊടിക്കൈ പ്രയോഗിക്കുന്നത് ശരിയാണോ? അതിൽ യുക്തിയുണ്ടോ? മാത്രമല്ല, തനിക്ക് എപ്പോഴും അവസരങ്ങൾ നഷ്ടപ്പെടുന്നത് കപ്പിനും ചുണ്ടിനും ഇടയിലാണെന്ന് നിരാശയോടെ ഒരു നേതാവ് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് സതുദ്ദേശപരമാണോ? അതിനേക്കാൾ നല്ലത് തനിക്ക് ഇന്ന പദവി വേണമെന്ന് വെട്ടിത്തുറന്ന് പറഞ്ഞുകൂടെ? ഒരാൾക്കും ഒറ്റയ്ക്ക് മറിക്കാൻ പറ്റുന്ന മലയായിരുന്നില്ല ഈ തിരഞ്ഞെടുപ്പ്. അങ്ങനെ കരുതുന്നത് വിഡ്ഢിത്തമാണ്. ദന്തഗോപുരങ്ങളിൽ നിന്ന് ഇറങ്ങിയവരും ശീതീകരിച്ചതല്ലാത്ത കാറുകളിൽ സഞ്ചരിച്ചവരും എത്ര പേരുണ്ടെന്ന് കണ്ണുള്ളവർക്ക് കാണാം. അതോ എൻ്റെ ദൃഷ്ടിദോഷം കൊണ്ട് തോന്നുന്നതാണോ? ഒരു സത്യം പറയട്ടെ, കേരളത്തിൽ ഇതിലും മികച്ച വിജയം UDF അർഹിക്കുന്നില്ലേ? ആ വിജയം എന്തുകൊണ്ട് അനായാസം UDFിനെ തേടി വന്നില്ല? ഇപ്പോൾ പിടിച്ചു നിൽക്കാനുള്ള സീറ്റ് ലഭിച്ചിട്ടുണ്ടാകാം. അതിൽ സന്തോഷിക്കണം, അഭിനന്ദിക്കണം. പക്ഷേ വയനാട് ദുരന്തം കൈകാര്യം ചെയ്യുന്നതിൽ കോൺഗ്രസ് മാപ്പർഹിക്കാത്ത കുറ്റമല്ലേ ചെയ്തത്? കോൺഗ്രസിൻ്റെ ആർജവം അവിടെയാണ് കാണേണ്ടിയിരുന്നത്. അതിന് ഇത്തിരി മേലുനോവുമല്ലേ? തെരഞ്ഞെടുപ്പ് ഘട്ടം എത്താൻ പോകുകയാണെന്ന് അറിഞ്ഞിട്ടും അതേക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്ത നേതൃത്വം എന്തുണ്ടാക്കിയെന്നാണ് പറയുന്നത്? ഇതൊക്കെ വെറും പുകമറയാണ്. ഏതെങ്കിലും നേതാക്കളെ സ്തുതിച്ച് യഥാർത്ഥ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് കോൺഗ്രസ്. മെയ് 4 കഴിഞ്ഞാൽ മറ്റൊരു കേരളമാണ് ഉദിച്ചുയരാൻ പോകുന്നത് എന്ന് വിസ്മരിക്കരുത്. പിണറായി വിജയൻ ഇല്ലാത്ത കേരളമാണ്. CPMൻ്റെ അപജയങ്ങളും രാഷ്ട്രീയ വ്യതിയാനങ്ങളും ഇന്നത്തെ പോലെ തുടരുന്ന ഒരു കേരളമാവരുത് എന്ന് വിശ്വസിക്കാൻ എങ്ങനെ പറ്റും? ജനഹൃദയങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൂടാ എന്നില്ല. താമര അപ്പോൾ ഉയർത്തെഴുന്നേറ്റ് വന്നാൽ കേരളം എങ്ങോട്ട് നീങ്ങുമെന്ന് പറയാനാകില്ല. ഓർമ്മകൾ ഉണ്ടായിരിക്കണം. കോൺഗ്രസിന്റെ പിച്ചക്കാശ് മോഹിച്ചിട്ടല്ല തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടത്. അതിൻ്റെ കടമയാണ്. ഒരു കട്ടൻ ചായ പോലും വാങ്ങി മോന്തിയിട്ടില്ല.
അതിലെനിക്ക് അഭിമാനമുണ്ട്. ആരോഗ്യം മോശമാണെന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ 10,000-കണക്കിന് വാക്കുകൾ ഈ പോരാട്ടത്തിൽ എൻ്റെ തൂലികയിൽ നിന്ന് ഇടതടവില്ലാതെ, ഗ്രൂപ്പ് വിവേചനം ഒന്നുമില്ലാതെ ഇത്രയും കാലം ഞാൻ എൻ്റെ ആയുധപ്പുരയിൽ നിന്ന് അമ്പെയ്തുകൊണ്ടിരുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് എന്നാൽ നന്ദിയില്ലാത്ത വർഗമാണ് എന്നത് ഇപ്പോൾ അതിൽ അണിചേർന്നിരിക്കുന്നവർക്ക് നന്നായി അറിയാം. മുഖ്യമന്ത്രിയാകാൻ നടക്കുന്നവരടക്കം ടെലിഫോണിൽ പോലും ഒരിക്കലെങ്കിലും വിളിച്ച് ഒരു നന്ദി വാക്ക് പറഞ്ഞില്ല. മനുഷ്യപ്പറ്റില്ലാത്ത വർഗം. സൈബർ കടന്നൽക്കൂട്ടിൽ നിന്ന് എനിക്ക് തിങ്കളാഴ്ച ഒറ്റ ദിവസം ലഭിച്ചത് 1000-ലേറെ അശ്ലീല പോസ്റ്റുകളാണ്. ഞാൻ എടുത്ത പണിക്ക് ഫലമുണ്ടെന്ന് ബോധ്യപ്പെട്ടു, വിഷു ആശംസകൾ എന്ന് പറഞ്ഞാണ് സഖാവ് ശക്തിധരൻ തൻ്റെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും അദ്ദേഹം പറഞ്ഞത് വളരെ വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു യാഥാർത്ഥ്യമാണ്. പിണറായി വിജയൻ്റെ 10 വർഷത്തെ കിരാത ഭരണം സഹിച്ച നമ്മൾ എങ്ങനെയെങ്കിലും ഇയാളൊന്ന് ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ എന്ന് ഉറക്കത്തിലും ഊണിലും നമ്മൾ ആഗ്രഹിച്ച് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് വി ഡി സതീശനെ പോലെയുള്ള ഒരു കോൺഗ്രസ് നേതാവ് വന്നിട്ട് ചുണ്ടിനും കപ്പിനും ഇടയിലാണ് തനിക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടത് എന്ന് നിരാശയോടുകൂടി പൊതുജനമധ്യത്തിൽ പറഞ്ഞ് സഹതാപം പിടിച്ചുപറ്റാൻ നോക്കുന്നത്. എന്നു മാത്രമല്ല, ഈ കോൺഗ്രസ് നേതാക്കളിൽ പലരും, പ്രത്യേകിച്ച് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ, ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി അധികാര വടംവലികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എങ്ങനെയെങ്കിലും UDF അധികാരത്തിൽ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ ഭരണം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുക, UDF തകർന്നടിയാതെ നോക്കുക. അല്ലാതെ ഈ വരുന്ന 5 വർഷം ഭരണം കിട്ടിയെന്ന് കരുതി 5 വർഷം കൊണ്ട് UDFനെ തകർത്തു തരിപ്പണമാക്കാൻ തക്ക വിധത്തിലുള്ള ഒരു ഭരണമല്ല ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്തായാലും ഇത്തരം ഒരു തമ്മിലടി ഒരിക്കലും ഭൂഷണമല്ല കോൺഗ്രസിന്. ഉചിതനായിട്ടുള്ള ഒരാൾ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തണം എന്നാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന്, നിഷ്പക്ഷരായി ചിന്തിക്കുന്ന പൊതുസമൂഹത്തിന് ആഗ്രഹിക്കാനുള്ളത്.